അപ്പോ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്ന് പറയുന്നത് ഒരു വിക്കിപീഡിയയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും ജിയോസ്പേഷ്യൽ വിവരങ്ങൾ ആഡ് ചെയ്യാവുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഒരു ഓപ്പൺ ജിയോസ്പേഷ്യൽ ഡാറ്റ പ്രൊജക്റ്റ് ആണ്. അപ്പോ അതാണ് ഏറ്റവും വൺ ലൈൻ ആയിട്ടുള്ള ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതുകൂടാതെ അത് കുറച്ച് വർഷങ്ങളായിട്ട് വളരെ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം. ഇതൊരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ആണ്. അൾട്ടിമേറ്റ്ലി ഇതൊരു ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ കാര്യങ്ങൾ, സെർവറും സാങ്കേതിക കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതുകൂടാതെ ഇതിന്റെ കംപ്ലീറ്റ് ഡാറ്റയും കമ്മ്യൂണിറ്റി ഇതൊക്കെ മുഴുവനായിട്ടും കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ. പിന്നെ അതുകൂടാതെ വളരെയധികം ഇൻഡസ്ട്രീസ്, സ്റ്റാർട്ടപ്പുകൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് ഇപ്പോൾ വളരെയധികം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല മേഖലകളിൽ, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, മൊബിലിറ്റി, പലതരത്തിലുള്ള ഗവേഷണവും അല്ലെങ്കിൽ വാണിജ്യപരവും എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ഇന്ന് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് പ്രൊജക്റ്റിലെ ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കൂടാതെ മേജർ ആയിട്ടുള്ള ഈ ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികൾ, പ്രത്യേകിച്ചും ഉബർ, ഓല അല്ലെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ എല്ലാവരും ഇപ്പോൾ ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് ഡാറ്റയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ആ ഒരു ജിയോസ്പേഷ്യൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഓരോ ദിവസം ചെല്ലുന്നതോറും കൂടുതൽ പ്രധാനപ്പെട്ട ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഒരു കാര്യം. ഇത്രയാണ് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മളങ്ങനെ ഇതൊരു ഔദ്യോഗികപരമായിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റിയിൽ വോളണ്ടിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ടൈം അല്ലെങ്കിൽ നമ്മുടെ ജോലി പലതും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. ഒരു അനൗദ്യോഗികമായിട്ടൊരു മീറ്റപ്പ് ആയിട്ട് കരുതിയാൽ മതി. എന്തെങ്കിലും അങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ഇനാഗുറൽ ആയിട്ടുള്ള ഒരു ടോക്ക് തരുന്നത് ഡോക്ടർ ടി.വി. സജീവ് ആണ്. കേരള വനഗവേഷണ കേന്ദ്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. With all your permission from all of you, I formally declare this workshop open. I'm basically an entomologist. I'm a person who studies insects. Insects means anything with 3 pairs of legs. So that is my study subject. But while I was studying insects, I happened to be drifting towards mapping. I had to do mapping in a big way. And I'm a very old person. So I started mapping when GIS was just evolving. So I started with paper maps. But the GIS platforms are just coming. There was no GIS facilities in Kerala, not in South India. So I had to go all the way to Dehradun at the Indian Institute of Remote Sensing, where I started my mapping exercises with old software like Mapping 4. I forgot to ask the other question. Is there anybody who doesn't understand English? No, it seems. So I am a first generation GIS user, starting with paper maps and gradually shifting over to GIS platforms. So I was using, initially before starting with GIS, what I used to do was to use tracing films, where each film was used as a one layer. So I've been plotting all the rivers in one sheet of paper, and with the same boundary I'll be plotting the plantation boundaries in another sheet, and outbreaks of the insect in the third sheet, and then I'll be putting all the sheets together to see the correlation between different elements. So that was the time which we started using it, and then everything is history. It all came over to the computers, and it's such a simple thing to use. You can do it on your laptops, your desktops. We had to have servers at that point of time to run our GIS. Now servers are not at all needed. So in the whole process, what I understood about maps is very interesting. The first maps in the whole world were not drawn. It was just orally communicated. ആദ്യത്തെ മാപ്പുകൾ പാട്ടായിട്ടായിരുന്നു. പാട്ടുകളായിട്ടാണ് മാപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. There were songs.
sung by the indigenous communities about their landscape. So they used to describe the entire landscape in their songs. And these songs will be recited to their children. They get it by hearted, and the song will be there inside them. So when they move around the landscape, this song will be used to identify locations, to identify the path. So അങ്ങനെയാണ് ആദ്യത്തെ മാപ്പുകൾ ഉണ്ടാവുന്നത്, the first maps. And then came the process called writing. എഴുതാൻ തുടങ്ങുന്ന സമയത്ത് മാപ്പുകൾ വരയ്ക്കാനും തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് പോലും മാപ്പുകൾ കവിതയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഗംഭീരമായിട്ട് മാപ്പ് ചെയ്ത ഒരു മനുഷ്യൻ്റെ പേര് കാളിദാസൻ എന്നാണ്. കാളിദാസ is one of the interesting geographers I've had. If you read Kalidasa, if you read Megha Sandesham, you can see the description of starting from Vindhyas up to the Himalayas. The entire landscape is described. We wonder how he got that sort of an aerial view of the entire area. So the whole poem is trying to tell the cloud to go to a new place and to communicate a new information. The cloud is taken as a messenger. അപ്പോൾ മേഘം കടന്നു പോകുന്ന വഴികൾ കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതെല്ലാം പദ്യമായിട്ടാണ്. ആൻഡ് ഓൾസോ കുമാരസംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റാൻസ. അതിങ്ങനെയാണ്. ദ വെരി ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് കുമാരസംഭവം: അസ്തിത്തരസ്യാം ദിശി ദേവദാത്മ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരൗ തോയനിധി വകാഹ്യ സ്ഥിതപ്രതിവ്യ ഇവ മാനദണ്ഡ. കാളിദാസ് ഇസ് ഡിസ്ക്രൈബിങ് ദ ഹിമാലയാസ്. ഹിമാലയ എവിടെയാണ് നിൽക്കുന്നത്, അതെങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻസ് എങ്ങനെയാണ്, ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഒക്കെ നമ്മൾ റിപ്പോർട്ട്സൊക്കെ വായിക്കുമ്പോൾ ദ ഫസ്റ്റ് പാർട്ട് വിൽ ബി ദ സ്റ്റഡി ഏരിയ. സോ കാളിദാസ് ഇസ് ഡിസ്ക്രൈബിങ് ഹിസ് ഏരിയ വിച്ച് ഹി ഈസ് ഗോയിങ് ടു describe. So then we started drawing maps, and then maybe I have seen the images of that book over here, Bhauma Chabam. That book is there, which gives a interesting commentary on the first mapping process done by the British. So when the Britishers started drawing maps, they were interested in the resources which they are interested. They are also interested to plot the enemy location, the deployment of army. So it is from the perspective of the Britishers the first map of the India was drawn. അതിനുശേഷം പല മാപ്പുകളും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓരോ മാപ്പും ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു രാഷ്ട്രീയ രേഖയാണ് ഓരോ മാപ്പും. അതുകൊണ്ട് തന്നെ ദെർ വാസ് എ ബോയ് ഇൻ ഓസ്ട്രേലിയയിലുള്ള ചെറിയ പയ്യൻ, പുള്ളി ആണ് ആദ്യമായിട്ട് തല തിരിഞ്ഞിട്ടുള്ള മാപ്പുകൾ വരയ്ക്കാൻ തുടങ്ങുന്നത്. അപ്സൈഡ് ഡൗൺ മാപ്സ്. ഹാവ് യു സീൻ ദാറ്റ്? അപ്സൈഡ് ഡൗൺ മാപ്സ്. ജസ്റ്റ് ഗൂഗിൾ അപ്സൈഡ് ഡൗൺ മാപ്സ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓസ്ട്രേലിയയുടെ തെക്കൻ ഭാഗത്തുനിന്ന് അദ്ദേഹം പഠിക്കാനായിട്ട് മുകളിലേക്ക് വരിക, ഗ്രാജുവേഷന് വേണ്ടിയിട്ട് നോർത്തേൺ ഓസ്ട്രേലിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് പരിചയപ്പെടുത്തുന്ന സമയത്ത് സീനിയേഴ്സ് ചോദിക്കുന്നു, വേർ ആർ യു ഫ്രം? അപ്പോൾ പുള്ളി പറയുന്നു, പുള്ളിയുടെ സ്ഥലം പറയുന്നു. അപ്പോൾ അവർക്ക് തമാശയായിട്ട് പറഞ്ഞു, ഓ ഫ്രം ഡൗൺ സൗത്ത്, റൈറ്റ്? സൗത്ത് ആവുക എന്നുള്ളതൊരു മോശം കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഇത് പുള്ളിയുടെ ഈഗോ ഹേർട്ടാവുന്നത്. ഞാനെന്താ അത്ര മോശമാവുന്നത്? സൗത്ത് എന്തുകൊണ്ടാണ് മോശമാവുന്നത്? ഇന്ത്യയിലേക്ക് വന്നാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളെല്ലാവരും മദ്രാസീസ് എന്നൊക്കെ വിളിക്കുക, എന്നാൽ താഴെയുള്ള ആളുകൾ. ഇനിയിപ്പോൾ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അറിയാം, ഇന്ത്യയുടെ മൊത്തം സ്ട്രക്ചറിൽ ഇപ്പോൾ കേരളം നാളെ അറബിക്കടലിൽ അലിഞ്ഞു പോയാലും ചിലപ്പോൾ ഇന്ത്യ അറിഞ്ഞൊന്നും വരില്ല. അത്ര ചെറിയൊരു സ്പേസാണ്. നോബഡി ബോദേഴ്സ് അബൌട്ട് വാട്ട് കേരള ഈസ്. അപ്പോൾ ആൻഡ് ദാറ്റ് വാസ് ദ ബോയ് ഹു സ്റ്റാർട്ട്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പുള്ളി ഓസ്ട്രേലിയയുടെ മാപ്പ് എടുത്ത് നേരെ തിരിച്ചു വെച്ചു. അപ്പോൾ എന്ത് പറ്റി? സൗത്ത് മുകളിലായി, നോർത്ത് താഴെയായി. അപ്പോൾ പുള്ളി ഏറ്റവും മുകളിലായി, ബാക്കിയുള്ള എല്ലാവരും താഴെയായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ മാപ്പ് ഒന്ന് തലതിരിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാവും? നമുക്കൊക്കെ എന്ത് അഭിമാനമാവുമല്ലേ? നമ്മൾ ഏറ്റവും ടോപ്പിലിങ്ങനെ നിൽക്കുന്നു, താഴേക്ക് ഇങ്ങനെ ഒരു പിരമിഡ് പോലെ. അതായത് കുറച്ചുകൂടി സ്റ്റേബിളായിട്ടുള്ള ഇന്ത്യ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നണം. ബേസ് കുറച്ചും കൂടി വലുതായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത് വരണം. അപ്പോൾ ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എല്ലാ മാപ്പിനും നോർത്ത് മുകളിൽ വരുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ ചെറിയ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ. അപ്പോൾ അവരൊക്കെ പറയാം അതങ്ങനെയാണെന്നല്ലാതെ എന്തുകൊണ്ടാണ് നോർത്ത് മുകളിലാവുന്നത്, എല്ലാ മാപ്പിൻ്റെ നോർത്ത് എന്തുകൊണ്ടാണ് മുകളിലാവുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ. ആദ്യത്തെ മാപ്പുകൾ വരച്ചത് യൂറോപ്യൻസ് ആണെന്നുള്ള മാത്രമേ കാരണമേ ഉള്ളൂ. അവർ മുകളിൽ തന്നെയാണ്. സോ ദേ ആർ ദ പീപ്പിൾ ഹു ഡ്രൂ ദ മാപ്സ്. അവരെ ഏറ്റവും സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടാണ്
അവർ മാപ്പ് വരയ്ക്കുക. മാപ്പിൻ്റെ പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്കിൽ കൊളോണിയൽ പീരീഡിന് ശേഷം ഓരോ രാജ്യവും അവരുടെ മാപ്പ് സ്വന്തമായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. ആൻഡ് ഹൂ ഡ്രോസ് ദ മാപ്പ് എന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ മുന്നേ വരെയുള്ള ഉത്തരം ദ സ്റ്റേറ്റ് ഡ്രോസ് ദ മാപ്പ് എന്നാണ്. ഭരണകൂടമാണ് മാപ്പ് വരയ്ക്കുക. ഭരണകൂടം വരയ്ക്കുന്ന മാപ്പാണ് നമ്മൾ ബാക്കി എല്ലാവരും ഉപയോഗിക്കുക. സ്റ്റേറ്റ് ആണ് മാപ്പ് വരയ്ക്കുക. മാപ്പ് ഒരു കണ്ടസ്റ്റഡ് ടെറൈനുമാണ്. ഐ ഹാഡ് എ പ്രോജക്റ്റ് ഇൻ നേപ്പാൾ പ്രോജക്റ്റ് കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ മാപ്പൊക്കെ ചെയ്ത് സർവേ ലൊക്കേഷൻസൊക്കെ വരച്ച് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ദ നേപ്പാൾ ഗവൺമെൻറ് റിജക്റ്റഡ് ദ റിപ്പോർട്ട്. Basically because the map which we use for Nepal is a map which the Nepal government has not recognized. അതൊരു ചെറിയൊരു പാർട്ട് ഇന്ത്യയിലായിപ്പോയി. അത് നേപ്പാളിൻ്റെ ആണെന്ന് നേപ്പാളും ഇന്ത്യയുടെ ആണെന്ന് ഇന്ത്യയും പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി കണ്ടസ്റ്റഡ് ടെറൈൻ. വി ഹാഡ് ടു ഗോ ത്രൂ എ ലോങ് പ്രോസസ് ടു ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. അപ്പോൾ സ്റ്റേറ്റാണ് മാപ്പ് വരയ്ക്കുക. ആ സ്റ്റേറ്റിനകത്തുള്ള പ്രജകൾ അല്ല മാപ്പ് വരയ്ക്കുക. മാപ്പ് വരയ്ക്കുന്ന സ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വരയ്ക്കുന്ന മാപ്പിൽ പ്രജകൾക്ക് വേണ്ട പല കാര്യങ്ങളും ഉണ്ടാവില്ല. ഈവൻ ലേറ്റസ്റ്റ് മാപ്സ് വരുമ്പോൾ പോലും നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും മാപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നും. എല്ലാം മാപ്പിലുണ്ട്, നമുക്ക് വേണ്ട എല്ലാ വിവരങ്ങളും. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുണ്ടെങ്കിൽ പുഴ മാപ്പിലുണ്ടാവും, പക്ഷെ എനിക്ക് ആ പുഴയിൽ എവിടെ ഇറങ്ങിയാലും കുളിക്കാൻ പറ്റുമെന്ന് മാപ്പിലുണ്ടാവില്ല. അവിടെയുള്ള കർഷകർക്ക് അവരുടെ കന്നുകാലികൾ എവിടെയാണ് മേയ്ക്കാൻ വിടാമെന്നുള്ളത് മാപ്പിൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കളിസ്ഥലം എവിടെയാണെന്നുള്ളത് മാപ്പിലുണ്ടാവില്ല. കാര്യം ഇതൊന്നും സ്റ്റേറ്റിന് താല്പര്യമുള്ള കാര്യമല്ല. സ്റ്റേറ്റ് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് മാപ്പ് വരയ്ക്കുന്നത്. അതിനുശേഷം പിന്നീട് നെക്സ്റ്റ് ലെവൽ വന്നത് ദ കോർപ്പറേറ്റ്സ് സ്റ്റാർട്ടഡ് ടു ഡ്രോ മാപ്സ്. വലിയ ഇൻഡസ്ട്രീസ് മാപ്പ് വരയ്ക്കാൻ തുടങ്ങുന്നു. ആ പ്രോസസ്സ് വരുന്ന സമയത്ത് ഈ ഡാറ്റ കംപ്ലീറ്റ് വേറൊരു തരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയും വലിയ തോതിലുള്ള കോഡിംഗ് പ്രോസസ്സിന് ആ ഡാറ്റ വിധേയമാവുകയും അതിൽ നിന്ന് വളരെ പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് കോർപ്പറേറ്റ് ഡാറ്റ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദ തിങ്സ് ഹാവ് ബിക്കം അബ്സല്യൂട്ട്ലി സ്പേഷ്യൽ. എനിക്ക് ഒരു മാസം ഞാൻ യാത്ര ചെയ്ത സ്ഥലമൊക്കെ ഗൂഗിൾ എനിക്ക് പറഞ്ഞു തരും. ഞാൻ എവിടെയൊക്കെ പോയിട്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു അതെനിക്ക് പറഞ്ഞു തരും. ഒരു വർഷത്തെ അസസ്മെൻ്റ് എനിക്ക് കിട്ടും. ഇതോടൊപ്പം ഈ ഡാറ്റ ഞാൻ മാത്രമല്ല അറിയാം, മറിച്ച് ഗൂഗിളിനും അറിയാം. ഗൂഗിളിന് അറിയുന്നുണ്ടെങ്കിൽ വേറെ ഒത്തിരി പേർക്ക് അറിയാം. അതുകൊണ്ട് ഞാനെന്നുള്ളൊരു മനുഷ്യൻ അബ്സല്യൂട്ട്ലി എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഐ ഡസൻറ്റ് ഹാവ് എനിത്തിങ് പ്രൈവറ്റ്. ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മോണിറ്റേർഡ് ആണ്, അനലൈസ്ഡ് ആണ്, സമ്മറൈസ്ഡ് ആണ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ കോർപ്പറേറ്റ് പീപ്പിൾ. ഈ ഒരു ചേഞ്ചസ് മാപ്പിങ്ങിൽ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ആർക്ക് വേണ്ടിയാണ് മാപ്പ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. ഏത് മനുഷ്യന് വേണ്ടിയിട്ടാണ് മാപ്പ് വരയ്ക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ള മനുഷ്യൻ എന്നുള്ളത്, മാപ്പ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏത് മനുഷ്യനാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ മനുഷ്യനല്ലാത്ത മറ്റു കുറേ ജീവികളുണ്ടല്ലോ ലോകത്ത്. അവരെങ്ങനെയാണ് മാപ്പ് ഉപയോഗിക്കുക? അവർ മാപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്നും കൂടി പറഞ്ഞു. ഉണ്ടോ? അവർ ഉപയോഗിക്കുന്നുണ്ടോ മാപ്പ്? ആന ഉപയോഗിക്കുന്നു, ബേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ I will ask a very simple question. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട്, ഈ റൂമിലിരുന്നിട്ട് നിങ്ങളുടെ വീട് കൃത്യമായി ഏത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? വളരെ കൃത്യമായിട്ട് ഏതാണ്ട് അവിടെയാണെന്നല്ലാതെ അത് കൃത്യമായിട്ട് ഈ ഡയറക്ഷനിലാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, റോഡിലേക്ക് ഇടത്തോട്ട് തിരിയുന്നുണ്ടാവും, വലത്തോട്ട് തിരിയുണ്ടാവും, നേരെ പോകുന്നുണ്ടാവും, പിന്നെ ഇടത്തോട്ട് തിരിയുണ്ടാവും, വലത്തോട്ട് തിരിയുണ്ടാവും. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കുറേ ടേൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൃത്യമായിട്ട് നമ്മൾ പുറപ്പെട്ട സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞാൽ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ തേനീച്ചയെ സംബന്ധിച്ചിട്ട്, ഹണിബിയെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് എ സിമ്പിൾ ജോബ്. അവർ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ അവരുടെ ഹൈവിൽ നിന്ന് ഇറങ്ങിയാൽ എവിടെയൊക്കെയാണ് പൂവുള്ളത് അവിടെയൊക്കെ പോയിട്ട് തേൻ കളക്ട് ചെയ്യും. അത് പല വഴിക്ക് പോകും. നമ്മൾ വന്ന പോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അവർക്ക് മാറി മാറി പറക്കേണ്ടി വരും. പക്ഷേ അവരുടെ പോക്കറ്റ് ഫുള്ളാണ്, കാലിലാണ് അവരുടെ പോക്കറ്റുള്ളത്, പൂമ്പൊടി ശേഖരിച്ച് വെക്കുന്നത്. ആ പോക്കറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഫ്ലവറിൽ നിന്ന് അവർ നേരെ പറക്കുക ചെയ്യുക ഹൈവിലേക്ക്. അവർ പോയ വഴി റീട്രേസ് ചെയ്യുകയല്ല ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് പറന്നു വരും. ആൻഡ് വി നെവർ നോ ഹൗ ടു ഡു ഇറ്റ്. ആൻഡ് ദേ ഡു ഇറ്റ് യൂസിങ് 3 things. ഒന്ന് ആ ഫ്ലവറിൻ്റെ ലൊക്കേഷൻ, മറ്റൊന്ന് അവരുടെ ഹൈവിൻ്റെ ലൊക്കേഷൻ, തേർഡ് സൂര്യൻ്റെ ലൊക്കേഷൻ.
ഈ മൂന്നും വെച്ചിട്ട് ആണ് അവർ നാവിഗേറ്റ് ചെയ്യുക. നമുക്ക് ആ ഒരു ശേഷി ഇല്ല. ദർ ആർ മെനി അതർ വേസ് ദേ ഡു ഇറ്റ്. ഈ സൂര്യനെ യൂസ് ചെയ്തിട്ടൊരു പോയിൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു റെഫറൻസ് പോയിൻ്റായിട്ട് യൂസ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട്. അതിൻ്റെ ഒരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷമുള്ള കാര്യമല്ല, അതിന് മുന്നേ ഉള്ളൊരു കാലം ഓർമ്മയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ മണ്ണെണ്ണ വിളക്കൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കാലത്ത്, മെഴുതിരി ഉപയോഗിച്ചിരുന്ന കാലത്ത് രാത്രി ഇത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ഇൻസെക്ട്സ് കമ്മിങ് ആൻഡ് ഡൈയിങ്. അവിടെ വന്ന് ചിറക് കരിഞ്ഞ് അവിടെ വീണ് മരിച്ചു പോകുന്നത് കാണാൻ പറ്റും. വൈ ഡു ദേ ഡു സോ? എന്തുകൊണ്ടാണ് അവർ ഹിരാക്കരി ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കലി ദ പ്രോബ്ലം ഈസ് ദാറ്റ് ദേ കൺഫ്യൂസ് ദിസ് ലൈറ്റ് സോഴ്സ് ആസ് സൺ. ഇത് സൂര്യനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ള സൂര്യനെ നമുക്ക് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ സൂര്യനായിട്ട് തെറ്റിദ്ധരിച്ചാൽ യു വിൽ ഇവഞ്ച്വലി ഫാൾ ഇൻ ടു ഇറ്റ്. ഇതാണ് പ്രോബ്ലം. ഇതുവരെ ഇൻസെക്ട്സിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോഴും അത് ആ തീയിൽ വന്ന് വീണ് മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ദർ ആർ അതർ ഓർഗാനിസംസ് ഓൾസോ യൂസിങ് മാപ്സ്. ആ മാപ്പിനെ ഓറിയൻറ്റ് ചെയ്തിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഇപ്പോഴും ഓറൽ മാപ്സ് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും എഴുതാത്ത, ഒരിക്കലും വരയ്ക്കാത്ത മാപ്പുകൾ ഉപയോഗിക്കുന്ന മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് നമ്മൾ വിളിക്കുന്ന ഒരൊറ്റ വാക്ക് ആദിമ നിവാസികൾ എന്നാണ്. They have interesting stories which is built into maps. A map with a lot of stories inside. ഓരോ സ്ഥലത്തെ ഹാബിറ്റാറ്റ്സിനെ കുറിച്ച്. Yesterday I was in a place called വാഴച്ചാൽ, ഇവിടെ അടുത്തുള്ള വാഴച്ചാൽ. I was moving with the tribes. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ലാൻഡ്സ്കേപ്പിനെ അവർ മാപ്പ് ചെയ്തിട്ടുള്ള രീതി സോ ഇൻട്രസ്റ്റിംഗ്. അവർ ചില സ്ഥലങ്ങൾ ദേ ആർ വെരി സീക്രട്ട് പ്ലേസസ് ഫോർ ദം. ചില സ്ഥലത്ത് പോയാൽ അവർ ശബ്ദം ഉണ്ടാക്കില്ല. അവിടെ പോയാൽ അവർ ശബ്ദമേ ഉണ്ടാക്കാതെ അവിടെ ഉണ്ടാവുള്ളൂ. വേറെ ചില സ്ഥലങ്ങളിൽ അവർ മദ്യപിച്ചിട്ട് പോവുകയില്ല. വേറെ ചില സ്ഥലങ്ങളിൽ പോയാൽ അവർ സ്മോക്ക് ചെയ്യുകയില്ല. അവർ ലാൻഡ്സ്കേപ്പിനെ അവരുടെ ജീവിതമായിട്ട്, അവരുടെ കൾച്ചറുമായിട്ട്, അവരുടെ പെരുമാറ്റമായിട്ട്, അവരുടെ സ്വഭാവമായിട്ട്, അവരുടെ വിശ്വാസമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാപ്പാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ദേ വിൽ ഫീൽ സോ പെയിൻഡ് ഇഫ് സംബഡി എൽസ് ഡസ് ദാറ്റ് ഇൻ ദാറ്റ് ഏരിയ. അവരെ സംബന്ധിച്ച് അത്ര ഡിയർ ആയിട്ട്. ഇനി അതിൻ്റെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? വി ആർ ഡൂയിങ് ദാറ്റ്. വി ആർ മാപ്പിംഗ് ദ ഇക്കോളജി ഓഫ് ദ ഹോൾ ലാൻഡ്സ്കേപ്പ് ആൻഡ് സൂപ്പർ ഇമ്പോസിംഗ് ഓൺ ദാറ്റ് വിൽ ബി ദീസ് ലൊക്കേഷൻസ് വെർ ദർ ആർ ടാബൂസ് ഇൻ പ്ലേസ്. അവർ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്? ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് വി ആർ സ്റ്റഡിങ്. അനദർ ഇൻട്രസ്റ്റിംഗ് വർക്ക്, മാപ്പിംഗ് ക്യാൻ ബി എ വെരി ഡേഞ്ചറസ് തിങ് ഓൾസോ. ഒരു അപകടം പിടിച്ചൊരു ജോലിയാവാം. വി ഹാഡ് ആസ്ക്ഡ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. കേരളത്തിൽ എത്ര ഗ്രാനൈറ്റ് ക്വാറീസ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? എവിടെയൊക്കെയാണുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറ്റ് ഇസ് എ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ മെയിൻറ്റെയിൻസ് ദ ഡാറ്റ. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ ഇറ്റ്സ് എ ലോങ് ലിസ്റ്റ് ഓഫ് സർവേ നമ്പേഴ്സ്. ദിൽ ബി സീരിയൽ നമ്പർ, നെയിം ഓഫ് ദ പേഴ്സൺ, ദെൻ ദ സർവേ നമ്പർ. ഇത് സർവേ നമ്പേഴ്സ് കൊടുത്തില്ല. ഇറ്റ് ഇസ് എ ടാബ്ലേറ്റഡ് ഡാറ്റ. വി വാണ്ടഡ് ടു ഹാവ് ഇറ്റ് ഓൺ മാപ്പ്. മാപ്പിൽ ഇത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്ട് വി ഡിഡ് വാസ് ടു use satellite images and we spotted it, and that gave a very interesting map of Kerala. ഭയങ്കര രസമുള്ളൊരു മാപ്പ്. ആ മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ സ്കൈ ഓൺ എ വെരി മൂൺലെസ് ഡേ. രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്ന പോലെ നമുക്ക് കോറികളിങ്ങനെ കാണാം, നിറയെ ആയിട്ട്. മിഡ്ലാൻഡ് കംപ്ലീറ്റ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന കോറീസ് ഉണ്ട്. സോ ദാറ്റ് മാപ്പ് കെയിം അപ്പ്. ആൻഡ് ദെൻ ആ മാപ്പ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വി ഹാഡ് ദ ഫ്ലഡ്സ് ഇൻ 2018 ആൻഡ് 19. ലാർജ് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി. അപ്പോൾ അതുണ്ടായ സമയത്ത് നമുക്ക് എളുപ്പത്തിൽ, സിൻസ് വി ഹാഡ് ദിസ് റെഫറൻസ് ഡാറ്റ, വി കുഡ് കോറിലേറ്റ് ഇറ്റ് വിത്ത് ദ നിയർനെസ് ടു ലാൻഡ് സ്ലൈഡ്സ്. ഒരു കോറിൻ്റെ എത്ര അടുത്ത് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ട് ഇറ്റ് വാസ് എ ഹ്യൂജ് ഹ്യൂ ആൻഡ് ക്രൈ. I come from an institute which studies forest called the Kerala Forest Society Institute. So first time in the history of KFRI, we had a big procession coming to our gate, calling up slogans, and their request was to suspend myself, basically because I have mapped the quarries and correlated it to natural disasters. Now that was a time at which my entire team realized that mapping can be very dangerous. You can lose your job.
പണി നഷ്ടപ്പെടാനായിട്ട് കാരണമാവാം നിങ്ങൾ ഒരു മാപ്പ് വരയ്ക്കുന്നത്. ബട്ട് ദാറ്റ് മാപ്പ് വാസ് വെരി ക്രൂഷ്യൽ ആൻഡ് ദാറ്റ് വെൻറ്റ് അപ് ടു ദ ഹൈക്കോർട്ട് ഓഫ് കേരള ആൻഡ് ദ കോർട്ട് took that map very seriously and provided a large number of restrictions on starting of granite quarries. So maps can change the way we manage our landscape. So just two things. One is whenever you map, just think for whom are you mapping? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് വരയ്ക്കുന്നത്? ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഏറ്റവും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാപ്പ് വർക്ക് ചെയ്യാം. സോ വാട്ട് വി ആർ ഡൂയിങ് നൗ ഈസ് എ മാപ്പിംഗ് കോൾഡ് കൗണ്ടർ മാപ്പിംഗ്. what we do is, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ it is counter mapping. We are preparing maps, countering the maps produced by the corporates and the state. അതിനെതിരെയുള്ള മാപ്പാണ് നമ്മൾ ഉണ്ടാക്കുക. We also make another type of maps called as critical maps. Critical maps are maps which criticize the existing sense of space. അതിനെ മറികടക്കുന്ന critical engagements നമ്മൾ ചെയ്യുന്നുണ്ട്. So this is my engagement with mapping. One, mapping is a political activity. And the second is, mapping can be very dangerous. And third, it is very important for whom you are doing the mapping. All the very best for your 2-day workshop. Thank you very much. Thank you.